വൈദ്യരെ ചെറിയൊരു തലവേദന. വൈദ്യർ ഓർക്കാ ടാറ്റ കൊടുക്കുന്നത്? ടാറ്റ കൊടുക്കുകയല്ല, ഒരു മരുന്ന് പുരട്ടിയിട്ടുണ്ട്. അത് പുരട്ടിയാൽ വീശി ഉണക്കണം. പറക്കുമ്പോൾ ഇടതു ചിറകിനൊരു വേദന, അത് മാറാനാ. അത് മാറി വലതു ചിറകിന് വേദന വരുമോ? തീർന്നു. 20 തവണ വീശിയാൽ മതി, മരുന്ന് ഉണങ്ങും. ശരി, എന്താ പ്രശ്നം? തലവേദനയോ? വെറും തലവേദനയല്ല, ചെറിയ തലവേദന അല്ലേ സൂത്ര? ഈ ഇല മിഴിഞ്ഞ് ചെവിയിൽ ഒഴിച്ചാൽ മതി. ചെവിയിലാണോ തലവേദന? മരുന്നൊഴിച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. വൈദ്യരെ, വേറൊരാൾക്കും പറക്കുമ്പോ ചിറകിന് വേദന, ആ വീശി ഉണക്കുന്ന മരുന്ന് കൊടുക്കാമോ എന്ന് ചോദിച്ചു. ആർക്കാ അസുഖം? അത് പറയൂ, അതറിഞ്ഞാലല്ലേ മരുന്ന് തരാൻ പറ്റൂ. മരുന്ന് എനിക്ക് തന്നാൽ മതി, പേര് പറയണ്ട എന്ന് അങ്ങേര് പറഞ്ഞു. അത് പറ്റില്ല, രോഗി ആരാണെന്ന് അറിയണം. എന്നോട് പറയരുതെന്ന് പറഞ്ഞു. പറഞ്ഞാൽ ചിലപ്പോ മരുന്ന് തരില്ലെന്ന് പറഞ്ഞു. പറയില്ലെന്ന് ഞാൻ സത്യം ചെയ്തു. പേരറിഞ്ഞേ പറ്റൂ. ശരി, ഞാൻ സത്യം ചെയ്തു. ഇങ്ങനെ കരഞ്ഞാലോ കുട്ടികളെ പോലെ? ശരി, മരുന്ന് തരാം. വേദന മാറിയില്ലെങ്കിൽ വരാൻ പറയൂ. വൈദ്യരെ, വേദന മാറിയില്ല. പറക്കുമ്പോ ചെറുകിനൊരു പിടുത്തം. വൈദ്യര് സൂപ്പറായി പറക്കുന്നുണ്ടല്ലോ, ചിറക് സ്റ്റക്കാവുന്നില്ല അല്ലേ? കരിനാക്കൻ നാക്കെടുത്ത് വളച്ചു. അയ്യോ, ചിറകനക്കാൻ പറ്റുന്നില്ല. ഇത് ശല്യമായല്ലോ. മക്കളെ മര്യാദ പഠിപ്പിച്ച് വളർത്തണം. ഞാൻ സൂത്രനമ്മയുടെ മകളല്ല. എന്തു പറ്റി? ഞാൻ തിന്നുന്ന നേരത്തെ ഇവന്മാർ നോക്കി നിന്ന് വെള്ളം ഇറക്കി, അത് മര്യാദയാണോ? സൂത്ര, ആരെങ്കിലും എന്തെങ്കിലും തിന്നുമ്പോൾ നോക്കി നിൽക്കുന്നത് മര്യാദയല്ല. ഇനി അങ്ങനെ നിൽക്കുമോ? നിൽക്കില്ല. ഈ കടവ് കുട്ടി പിന്നെ ഞാൻ തിന്നുമ്പോ നോക്കി നിന്നു. ശരി, നിങ്ങളോട് പറഞ്ഞതല്ലേ ഇങ്ങനെ ചെയ്യരുതെന്ന്. തിന്നുമ്പോ നോക്കി നിന്നില്ല സൂത്രനമ്മേ, തിന്നുന്നതിന് മുമ്പാ നോക്കി നിന്നത്. തിന്നാൻ തുടങ്ങിയപ്പോ ഓടിപ്പോന്നു. അന്വേഷിക്കുന്നുണ്ട്, പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. ചതിച്ചോ? തല്ലാനാ വിളിക്കുന്നത്. അതെങ്ങനെ മനസ്സിലായി? കടിയേറ്റ പോവരെ ഞാൻ അറിയാതെ ഒന്ന് മണ്ട എന്ന് വിളിച്ചു പോയടോ. അത് അവൻ അങ്ങേരോട് പോയി പറഞ്ഞു കാണും. തനിക്ക് മണ്ട എന്ന് വിളിക്കണമെങ്കിൽ ഇവിടെ ഞാനില്ലേ? ഇടിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ ഒരു വഴി? ഒളിച്ചോടിയാലോ? ഓക്കെ, താൻ ഒളിച്ചോ ഞാനോടാം. ഐഡിയ, വൈദ്യരെ കാണാം. അത് ഇടി കഴിഞ്ഞിട്ടല്ലേ? അതല്ലടോ, ഇടിച്ചാൽ വേദന തോന്നാതിരിക്കാൻ മരുന്നുണ്ടാവും. ഇടിക്കുന്ന ഭാഗം മരവിപ്പിക്കുന്ന മരുന്ന്. ഇടിമരം കൊണ്ടാണെങ്കിലോ? വൈദ്യര് സ്ഥലത്തില്ല. വേറെ ആരെയോ മരവിപ്പിക്കാൻ പോയതാവും. ഇനി എന്തു ചെയ്യും? മരവിപ്പിച്ചിട്ട് നാളെ വരാമെന്ന് കടയനോട് പറഞ്ഞാലോ? സൂത്ര, എൻ്റെ ഒരു അമ്മാൻ കൊണ്ട് വൈദ്യരാവാൻ പഠിച്ചിട്ടുണ്ട്. എങ്കിൽ പോയി ചോദിച്ചിട്ടു വാ. വേഗം വരണം, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. വരില്ലല്ലേ? സൂത്ര കിട്ടി, മരവിപ്പിക്കാൻ സൂത്രം കിട്ടി. ഈ കല്ലുകൊണ്ട് പതുക്കെ തലയിൽ ഇടിച്ചാൽ കംപ്ലീറ്റ് മരവിക്കും. സൂത്രനെ തല്ലാൻ വിളിച്ചതല്ലേ, ഇഷ്ടം പോലെ തല്ലിക്കോ.